ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് അടീനിയം ചെടികളുടേതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു നാടൻ അടീനിയം ചെടിയാണ്. ഏകദേശം 2-3 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ചെടിയാണ്. ഇതിൽ കുറച്ച് നല്ല ബഞ്ചായിട്ട് പൂക്കൾ വരുന്നുണ്ട്. അത് കാരണം ഞാനിത് പ്രൂൺ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ നാടൻ വെറൈറ്റി അടീനിയത്തിലാണ് നിറയെ ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ വരുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾ പൂക്കൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഡബിൾ പെറ്റൽസിലൊക്കെ അധികം ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകാറില്ല. സിംഗിൾ പെറ്റലിൻ്റെ കണ്ടിട്ടുണ്ട്, നല്ല ഒരുപാട് പൂക്കളുണ്ടായി കാണാറുണ്ട്. എൻ്റെ കൈവശം 3-4 ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് ഡബിൾ പെറ്റൽസിൻ്റെ. ഇതിപ്പോൾ ഈ ആ ചെടി തന്നെയാണ് കേട്ടോ, ഞാൻ ആദ്യം വീഡിയോ കാണിച്ച ആ ചെടി തന്നെയാണ്. അതിൽ വിത്തായിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ച് ചെറിയ തൈകളാക്കി ഗ്രാഫ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് തൈകൾ നേരത്തെ ഞാൻ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്, പക്ഷേ എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളായിരുന്നു. 2-3 മാസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിലൊക്കെ. അപ്പോൾ അത് പിടിക്കാതെ അത് ഇളക്കി കളഞ്ഞതിന് ശേഷം പിന്നെ പുതിയ ബ്രാഞ്ചസ് വന്നതാണ് ഇതൊക്കെ. ഇനി കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി 2-3-4 കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൻ്റെ എല്ലായിടത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സീഡായി വരുന്നതും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡിൽ എനിക്ക് വിത്തുകൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡബിൾ പെറ്റലിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയിലും സീഡ് ആയിട്ടുണ്ട്. ഈ കാണുന്ന വെറൈറ്റിയിലാണ് എനിക്ക് സീഡായിട്ടുള്ളത്. ഇത് ഇങ്ങനെ ആദ്യമേ ചെറുതായിട്ടൊരു സീഡിൻ്റെ ഇത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് പിടിച്ച് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് നല്ല സീഡായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കടുക് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. കടുക് വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗാർഡനിൽ കൂടുതലും കടുക് ചെടികളുണ്ട് കേട്ടോ. അപ്പം അന്നേരം പോളിനേഷൻ നടക്കാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടത്. ഇതിൽ പൂക്കൾ വിരിയുമ്പോൾ തന്നെ നിറയെ തേനീച്ചകൾ വരാറുണ്ട്. നമ്മുടെ ഗാർഡനിലുള്ള ഈ പാവലം, പടുവലം അതുപോലെയൊക്കെയുള്ള ചെടികൾക്ക് പോളിനേഷൻ നടക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഒരു നുള്ളു കടുക് നമ്മുടെ ഈ പോട്ടുകളിലൊക്കെ ഒന്ന് വെറുതെ ഇട്ടിരുന്നാൽ മതി. നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവും അതിൽ. പൂക്കൾ വന്നാൽ ഉടൻ തന്നെ നിറയെ തേനീച്ച തനിയെ വരുന്നതാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് പോലും അറിയാൻ വയ്യ. അത്രയ്ക്ക് തേനീച്ചകളുടെ ഇതായിരിക്കും. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. തേനീച്ച ഈ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആയാലും കുറച്ച് ഈ കടുക് നമ്മുടെ ഗാർഡനിൽ ഇട്ടിരുന്നാൽ മതി, നിറയെ തേനീച്ച വരും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു എള്ളിൻ്റെ ചെടിയും നിൽപ്പുണ്ട് കേട്ടോ. അതും തനിയെ കിളിർത്ത് വന്നതാണ്. ഇതിൽ സീഡാകുന്നത് കാരണമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ബാക്കിയുള്ള ഇതിലൊന്നും പിന്നെ പൂക്കൾ വരുന്നില്ല. ഇതിലൊരു കീട ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതുപോലുള്ള കീടങ്ങളെയൊക്കെ. ഈ പാമ്പിൻ്റെയൊക്കെ ഒരുപാട് കേൾക്കുന്ന കാരണം പാമ്പിൻ്റെ ഷേപ്പ് പോലെ ഒരു കീട. എന്തായാലും നമ്മുടെ സീഡ് പോഡെല്ലാം റെഡി ആയിട്ടുണ്ട്. 1-2 ആഴ്ചയ്ക്കകം അത് പാകമാകുമെന്ന് തോന്നുന്നു. ഇതും അതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ. കുറേ ഗ്രാഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ടൊന്നും സക്സസ് ആയിട്ടില്ല. കോഡക്സ് ഒക്കെ വലുതായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. ഇത് കുഞ്ഞു പ്ലാന്റായിരുന്നു. അതിലും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ അത് കട്ട് ചെയ്തപ്പോൾ നിറയെ ബ്രാഞ്ചസ് വരുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് ചെടി ബുഷിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ ചെറുതിലേ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ ബ്രാഞ്ചസായി ബുഷിയായിട്ട് വളരും, നിറയെ പൂക്കളും ഉണ്ടാകും. ഇതെല്ലാം അധികം പ്രായമായിട്ടില്ല, കുഞ്ഞു ചെടികളാണ് കേട്ടോ. കുറച്ചുകൂടെ ഒന്നായതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. ചിലർ പറയുന്നത് ഈ ചൂട് സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്തുകൂടാന്ന്, ചിലർ പറയുന്നുണ്ട് ചെയ്യുക, ഈ സമയത്താണ് പിടിച്ച് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ചൂട് കുറഞ്ഞിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുവിധം അത്യാവശ്യം വലിപ്പമുള്ള ചെടികളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ട്രൈ ചെയ്താൽ സക്സസ് ആകുമല്ലോ. വീണ്ടും വീണ്ടും നമ്മൾ പരീക്ഷിച്ച് നോക്കാം.